ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 18ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോऑर्डिनेटर. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखने वाले हैं सकता, आई कैन से बनने वाले थोड़े സെന്റൻസസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത് അവനിക്ക്, അവൾക്ക്, അവർക്ക്, അവര്, ഞങ്ങൾക്ക്, ഇത്തരം ഒരു ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഹിന്ദിയിൽ സക്ത എന്ന് പറഞ്ഞാൽ സാധിക്കുക, ഐ ക്യാൻ. ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐ ക്യാൻ, എനിക്ക് സാധിക്കും എന്നുള്ളൊരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും എന്നെങ്ങനെയാണ് പറയാം? मैं हिंदी बोल सकती हूँ इफ ए फीमेल. मैं हिंदी बोल सकता हूँ इफ ए मेल. ഓക്കെ, मैं हिंदी बोल सकता हूँ. मैं हिंदी ബോൾന എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുൻപ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോൾന പറയുക എന്നാണ്. मैं हिंदी बोल सकता हूँ. ഹിന്ദി ബോൾന എന്നല്ല, ഹിന്ദി ബോൾ സക്താ ഹും എന്നാണ് പറയാം. मैं हिंदी बोल सकता हूँ. ഫീമെയിൽ ആണെങ്കിൽ मैं हिंदी बोल सकती हूँ. मैं हिंदी बोल सकती हूँ. ആ ഒരു ഡിഫറെന്റ്, ചെറിയൊരു ഡിഫറെന്റ് മനസ്സിലാക്കുക. मैं हिंदी बोल सकती हूँ ഫീമെയിൽ ആണെങ്കിൽ. ഓക്കെ, അവനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കുന്ന എങ്ങനെയാ പറയാം? वो हिंदी बोल सकता है. वो हिंदी बोल सकता है. അവൾക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കുമോ? वो हिंदी बोल सकती है. वो हिंदी बोल सकती है. ഞങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കുമോ? हम हिंदी बोल सकते हैं. हम हिंदी बोल सकते हैं. ഓക്കെ, ഹം ഹിന്ദി ബോൾ സക്തേ ഹെ. അവിടെ ഹം എന്നുള്ളത് ആ പ്ലൂരൽ വന്നത് കൊണ്ടാണ് ഹം ഹിന്ദി ബോൾ സക്തേ ഹെ എന്ന് പറയുന്നത്. അവർക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും. वो हिंदी बोल सकते हैं. वे हिंदी बोल सकते हैं. വേ ഹിന്ദി ബോൾ സക്തേ ഹെ. ഓക്കെ, എനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ മേ ഹിന്ദി ബോൾ സക്താ ഹും. ഫീമെയിൽ ആണെങ്കിൽ മേ ഹിന്ദി ബോൾ सकती हूँ. ഓക്കെ, ഞങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും. हम हिंदी बोल सकते हैं. ഹം हम हिंदी बोल सकते हैं. അവർക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കും. वे हिंदी बोल सकते हैं. वे हिंदी बोल सकते हैं. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് ഒന്ന് നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്, അല്ലെ? എനിക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കില്ല. मैं हिंदी नहीं बोल सकती हूँ. मैं हिंदी नहीं बोल सकती हूँ. एंड मेल आऊंगा, मैं हिंदी नहीं बोल सकता हूँ. मैं हिंदी नहीं बोल सकता हूँ. ഓക്കെ, അവന് ഹിന്ദി സംസാരിക്കാൻ സാധിക്കില്ല. वो हिंदी नहीं बोल सकता है. वो हिंदी नहीं बोल सकता है. ഓക്കെ, അവർക്ക് ഹിന്ദി സംസാരിക്കാൻ സാധിക്കില്ല. वे हिंदी नहीं बोल सकते हैं. वे हिंदी नहीं बोल सकते हैं. ഓക്കെ, എനിക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ സാധിക്കും. मैं खाना बना सकती हूँ इफ ए फीमेल. मैं खाना बना सकता हूँ इफ ए मेल. ഓക്കെ, ഹിന്ദിയിൽ ബനാന എന്ന് പറഞ്ഞാൽ മേക്കിംഗ്, ഉണ്ടാക്കുക, നിർമ്മിക്കുക എന്നൊക്കെയാണ്. അതായത് മേ ഖാന ബനാ സക്താ ഹും, ബനാ സക്തി ഹും. ഓക്കെ, ഹിന്ദിയിൽ കുക്കിംഗ് എന്നുള്ളതിന് നമ്മൾ പക്കാന, അല്ലെ? പക്കാന, बनाना എന്നാണ് ഓക്കെ, പക്കാന യൂസ് ചെയ്യാറുണ്ട്. മേ ഖാന പക്ക സക്തി ഹും ഫീമെയിൽ ആണെങ്കിൽ. മെയിൽ ആണെങ്കിൽ खाना बना सकता हूँ. ഞങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ हम खाना बना सकते हैं. हम खाना बना सकते हैं. ഓക്കെ, അവർക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ സാധിക്കും. വേ ഖാന ബനാ സക്തേ ഹെ. വേ ഖാന ബനാ സക്തേ ഹെ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഫീമെയിൽ ആവുമ്പം സക്തി ഹൂ, നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് സക്തി ഹൂ. ആൻഡ് മെയിൽ ആവുമ്പം സക്താ ഹൂ, മേ ബനാ സക്താ ഹൂ, മേ കർ സക്താ ഹൂ എന്നുള്ള രീതിയിൽ വരും. ഇനി വേറെ ആളെ കുറിച്ച് സംസാരിക്കുകയാണ്, അവൻ അല്ലെങ്കിൽ അവൾ എന്നുള്ള രീതിയിലാവുമ്പോൾ വോ കർ സക്താ ഹെ, വോ കർ സക്തി ഹെ ഫീമെയിൽ ആവുമ്പോൾ. ആൻഡ് പ്ലൂറൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്താണ് സക്തേ ഹെ. ഇതേപോലെയാണ് ബാക്കി എല്ലാ വേർബ്സും മാറാം. ആൻഡ് ഈ വേർബ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വേറെ ക്ലാസ്സസിൽ എന്തായാലും ക്ലാസ്സസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഐ ബട്ടണിൽ എല്ലാ വീഡിയോസിന്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. നമ്മൾ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. मैं ड्राइव कर सकती हूँ इफ ए फीमेल. मैं ड्राइव कर सकता हूँ इफ ए मेल. ഓക്കെ, അവന് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. वो ड्राइव कर सकता है. वो ड्राइव कर सकता है. അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. वो ड्राइव कर सकती है. वो ड्राइव कर सकती है. ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. हम ड्राइव कर सकते हैं. हम ड्राइव कर सकते हैं. ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. हम ड्राइव कर सकते हैं. ഹം
ड्राइव कर सकते हैं, അവർക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. वे ड्राइव कर सकते हैं, वे ड्राइव कर सकते हैं, വേ ഡ്രൈവ് കർ സക്തേ ഹെ. ഗാഡി ചലാന എന്നും കൂടി ഹിന്ദിയിൽ യൂസ് ചെയ്യാറുണ്ടല്ലോ. हम അപ്പൊ നമ്മള് गाड़ी चला सकते हैं എന്ന് പറയാം. ഓക്കെ ഹം ഗാഡി ചലാ സക്തേ. ഹിന്ദിയിൽ ഗാഡി ചലാന എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിനും ചലന എന്ന് പറഞ്ഞാൽ പോവുക, ചലാന പ്രവർത്തിപ്പിക്കുക എന്നൊക്കെ. അപ്പോ മേ ഗാഡി ചലാ സക്താഹു എന്നാണ് എനിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കും. मैं इंग्लिश लिख सकता हूँ इफ ए मेल, मैं इंग्लिश लिख सकती हूँ इफ ए फीमेल. ഓക്കെ, അവർക്ക് ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കും. वे इंग्लिश लिख सकते हैं, वे इंग्लिश लिख सकते हैं. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കില്ല. हम इंग्लिश नहीं लिख सकते, हम इंग्लिश नहीं लिख सकते हैं. ഹം ഇംഗ്ലീഷ് നഹി ലിഖ് സക്തേ ഹെ. ഓക്കെ, ഞങ്ങൾക്ക് പാട്ട് പാടാൻ സാധിക്കും. हम गाना गा सकते हैं, हम गाना गा सकते हैं. അവർക്ക് പാട്ട് പാടാൻ സാധിക്കും. वे गाना गा सकते हैं, वे गाना गा सकते हैं. അവൾക്ക് പാട്ട് പാടാൻ സാധിക്കില്ല. वो गाना नहीं गा सकती है, वो गाना नहीं गा सकती है. ഓക്കെ, വേ ഗാന നഹി, വോ ഗാന നഹി ഗാ നഹി സക്തി ഹെ. ഗാന നഹി ഗാ സക്തി ഹെ. പാട്ട് പാടാൻ സാധിക്കില്ല. സോ നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിപ്പിക്കാനുള്ള നമ്മൾ കുറേ എപ്പിസോഡ്സ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസ്, ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് ടിൽ ദെൻ ബൈ.